ഹരി ഓം. ദശകം 69, ശ്ലോകം 10. കേളിഭേദപരിലോളിതാഭിരാതിലാളിതാഭിരബലാളിഭിः സ്വൈരമീശ നനു സൂരജാപയസി ചാരുനാമവിഹൃതിം വദാ കാനനേപി ച വിസാരി ശീതളകിശോരമാരുതമനോഹരേ സൂനസൗരഭമയീ വിലേസിത വിലാസിനീ ശതവിമോഹനം. പദങ്ങളെ ഒന്ന് പിരിച്ചു നോക്കാം. കേളി ഭേദ പരിലോളിതാഭിഃ അതിലാളിതാഭിഃ. കേളി ഭേദ പരിലോളിതാഭിഃ അതിലോളിതാഭിഃ. കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിഃ അബലാളിഭിഃ. കേളി ഭേദ പരിലോളിതാഭിഃ അതിലാളിതാഭിഃ അബലാളിഭിഃ. കേളിഭേദ പരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭിഃ. സ്വൈരം ഈശ സ്വൈരമീശ നനു സൂരജാപയസി സൂരജാപയസി ചാരു നാമ വിഹൃതിം വദാഃ. സ്വൈരമീശ നനു സൂരജാപയസി ചാരു നാമ വിഹൃതിം വദാഃ. കാനനേ അപി കാനനേപി ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ. കാനനേപി ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂന സൗരഭമയേ സൂനസൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം. സൂനസൗരഭമയേ വിലേസിത വിലാസിനീ ശതവിമോഹനം. ശ്ലോകം 10 അന്വയവും അർത്ഥവും നോക്കാം. കേളിഭേദ പരിലോളിതാഭിഃ അതിലാളിതാഭിഃ അബലാളിഭിഃ നനു ഈശാ സ്വൈരം സൂരജാപയസി ചാരുനാമ വിഹൃതിം വദാഃ അപി ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ സൂനസൗരഭമയേ കാനനേ വിലാസിനീ ശതവിമോഹനം വിലേസിത. കേളിഭേദ പരിലോളിതാഭിഃ. കേളിഭേദ പല ക്രീഡാവിശേഷങ്ങളാലും എന്നുവെച്ചാൽ ആ മന്മഥോത്സവത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധങ്ങളായ കാമലീലകളാൽ പരിലോളിതാഭിഃ പര്യാകുലകളാക്കി തീർക്കപ്പെട്ടു. ആരെ? ഈ ഗോപികമാരെ. അപ്പോൾ പല ക്രീഡാവിശേഷങ്ങളാലും പര്യാകുലകളാക്കി തീർക്കപ്പെട്ടവരും അതിലാളിതാഭിഃ അങ്ങനെ ഏറ്റവും ഓമനിക്കപ്പെട്ടവരുമായ അബലാളിഭിഃ എല്ലാ അബലമാരുമായി നനു ഈശാ സ്വൈരം അല്ലയോ ജഗദീശ്വര അവിടുന്ന് സ്വൈരമായി സൂരജാപയസി ചാരുനാമ വിഹൃതിം വദാഃ. സൂരജാപയസി ഈ എന്ന് വെച്ചാൽ കാളന്തി നദി അല്ലെങ്കിൽ യമുനാ നദി. അപ്പോൾ ഈ സൂര്യൻ്റെ മകളാണ് കാളന്തി. അതുകൊണ്ടാണ് സൂരജാപയസി സൂരജ എന്നുള്ള പേര് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സൂര്യൻ്റെ മകളായ കാളന്തി നദിയിൽ ആ തികഞ്ഞ ഭംഗിയിൽ ക്രീഡിച്ചു. സൂരജാപയസി ചാരുനാമ വിഹൃതിം വദാഃ. അപ്പം തികഞ്ഞ ഭംഗിയിൽ അവർ ക്രീഡിച്ചു. അപിച്ച വിസാരി ശീതള കിശോര മാരുത മനോഹരെ. അപിച്ച എന്നു മാത്രവുമല്ല ആ തണുത്ത കുളിർത്ത ആ മന്ദമാരുതൻ വീശിയിട്ട് മനം കവരുന്നതും
അതാണ് അപിച്ച വിസാരി ശീതള കിശോര മാരുത മനോഹരേ. ആ കുളിർത്ത മന്ദമാരുതൻ വീശിയിട്ട് മനം കവരുന്നതും. സൂന സൗരഭമയേ കാനനെ, സൂനം പൂവ്, ആ സൂന സൗരഭമയേ പൂമണത്തിൻ്റെ അല തല്ലുന്നതുമായ കാനനെ കാട്ടുപ്രദേശത്ത് വിലാസിനീ ശതവിമോഹനം വിലേസിത, ആ വിലാസിനിമാരെയെല്ലാം ആ ഗോപികമാരെയെല്ലാം നന്നേ മോഹിപ്പിക്കുമാറ് അങ്ങ് ചുറ്റി നടക്കുകയും ചെയ്തുവല്ലോ. അപ്പോൾ ആ പലതരത്തിലുള്ള മാരലീലാ മഹോത്സവങ്ങളും മതിയാവോളം നിർവഹിച്ചു. അല്ലയോ സർവേശ്വര, ആ നിന്തിരുവടി ആ മന്മഥോത്സവത്തിൻ്റെ ആ വിവിധ ഘട്ടങ്ങളിൽ ആ വിവിധങ്ങളായിട്ടുള്ള കാമലീലകളാൽ അത്യധികം അനുരാഗവിവശമാരാക്കപ്പെട്ടവരും അതിനാൽ തന്നെ വളരെ പ്രേമലോലുപതയോടുകൂടി നാനാപ്രകാരേണ ലാളിക്കപ്പെട്ടവരുമായ ആ ഗോപാംഗനമാരോടുകൂടി യമുനാജലത്തിൽ സ്വൈരമായി വിഹരിച്ചു. അനന്തരം മന്ദമായി വീശുന്ന കുളിർക്കാറ്റുകൊണ്ടും പൂമണം കൊണ്ടും മനം കവരുന്ന ആ കാനന പ്രദേശങ്ങളിൽ ആ നൂറുകണക്കിനുള്ള ആ സുന്ദരിമാരെ വിമോഹിപ്പിച്ചുകൊണ്ട് നിന്തിരുവടി ശോഭയോടെ വിഹരിച്ചുവല്ലോ. കേളിഭേദപരിലോളിതാഭിരതിലാളിതാഭിരബലാളിഭിः സ്വൈരമീശനനു സൂരജാപയസി ചാരുനാമവികൃതിം ബധാ കാനനേഭിജ വിസാരി ശീതളകിശോരമാരുതമനോഹരേ സൂനസൗരഭമയേ വിലേസിതവിലാസിനീ ശതവിമോഹനം